ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്റർ കിടക്കിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അത് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ പാഠമാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ജിന്ദഗി കാ സഫർ. എന്താണ് ജിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞാല്? ജിന്ദഗി കാ സഫർ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ യാത്ര. എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്? ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പുതിയൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണത്? ഹൈക്കു. ഇതുവരെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലോ മുൻ ക്ലാസ്സുകളിലോ ഒന്നും കേട്ടിട്ടില്ലാത്ത, അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ എഴുത്ത് രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹൈക്കു എന്ന് പറയുന്നത്. എന്താണ് ഈ ഹൈക്കുവിന്റെ പ്രത്യേകത? ഓക്കെ, ഹൈക്കു एक प्रकार की जापानी काव्य रीति है. ഹൈക്കു എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ജാപ്പനീസ് പോയട്രി ആണ്. ഹൈക്കു എന്ന് പറയുന്നത് എന്താണ്? ഏത് രാജ്യത്തു നിന്നാണ് ഹൈക്കു വന്നിട്ടുള്ളത്? ജപ്പാൻ. ജപ്പാനിൽ നിന്നുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്ത് രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹൈക്കു എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ കുട്ടി കവിതകൾ, വെറും 3 വരികൾ മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു കവിതകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈക്കു എന്ന് വിളിക്കുക. ഇവ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? ജപ്പാനിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത് അല്ലേ? പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ലേക്കിൻ ഉസ്മേ ഗഹരായി ഓർ ഭാവനാത്മക് ഹോത്തി ഹേ. പക്ഷേ ചെറിയ കവിതകളാണെങ്കിൽ കൂടി ഇതിന്റെ ആശയങ്ങൾ വളരെ വലുതും വളരെ ഡീപ്പായിട്ടുള്ള ആശയങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളും സന്ദേശങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹൈക്കു എന്ന് പറയുന്ന കാര്യത്തിലൂടെ എഴുത്തുകാർ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. അതായത് 3 വരികൾ മാത്രമാണ് ഉള്ളതെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം അല്ലെ? ഇനി എന്തൊക്കെ മറ്റ് പ്രത്യേകതകളാണ് ഹൈക്കുവിനുള്ളത്? ഓക്കെ, ഹൈക്കുക്ക് വിശേഷതായം. എന്തൊക്കെയാണ് ഹൈക്കുവിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? നോക്കിയേ, സംരഞ്ജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കുവിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഓക്കെ, ഹൈക്കുവിന്റെ എഴുത്തുകളിൽ ചില റൂളുകൾ പോലെയാണ്. അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. എന്താണ് സ്ട്രക്ചർ? നോക്കിയേ, ഹൈക്കുവില് മാത്രായ എന്ന് പറയുന്നത് സില്ലബിൾസ്. എന്താണ് ഹൈക്കുവില് മാത്രായ എന്ന് പറയുന്നത്? എന്താണ്? സില്ലബിൾസിനെ നമ്മൾ ഹിന്ദിയിൽ സൂചിപ്പിക്കുന്ന വേർഡ് ആണെന്ന് പറഞ്ഞാല് മാത്രായ. അതായത് ഒരു ഹൈക്കുവില് എത്ര സില്ലബിൾസ് ആണ് ഉണ്ടായിരിക്കുക? 17 സില്ലബിൾസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോ 3 വരികളിലായിട്ട് 17 സില്ലബിൾസ് ആണ് ഒരു ഹൈക്കുവില് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിയേ. ഈ സില്ലബിൾസിനെ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. നോക്കിയേ, പെഹലി പങ്ക്തി 5 മാത്രായം. ആദ്യത്തെ വരിയില് 5 സില്ലബിൾസ് ആണ് ഉണ്ടായിരിക്കുക. ദൂസരി പങ്ക്തി മേ 7 മാത്രായം. രണ്ടാമത്തെ വരിയില് 7 സില്ലബിൾസ് ഉണ്ടാകും. തീസരി പങ്ക്തി മേ 5 മാത്രായം. പിന്നെ മൂന്നാമത്തെ വരിയില് വീണ്ടും 5 സില്ലബിൾസ്. ഇങ്ങനെ 5, 7, 5, 5, 7, 5 എന്നുള്ള ഒരു പ്രത്യേക രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഹൈക്കു എഴുതേണ്ടത്. ഇപ്പൊ ഹൈക്കുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്? ഹൈക്കു എവിടെ നിന്നുള്ള ഒരു കാവ്യരീതിയാണ്? ഒരു ജാപ്പനീസ് കാവ്യരീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹൈക്കു എന്ന് പറയുന്നത്. കുട്ടി കവിതകളാണ്. പക്ഷേ അതിന്റെ അകത്തുള്ള ആശയം എന്ന് പറയുന്നത്, അതിലെ സന്ദേശം എന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ടതും വളരെ ഡീപ്പായിട്ടുള്ളതുമാണ് അല്ലെ? പിന്നെ നമ്മൾ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള്? 3 വരികളാണ് ഉണ്ടായിരിക്കുക. ഈ 3 വരികളിലായിട്ട് 17 മാത്രായ എന്ന് പറയുന്നത് എന്താണ്? സില്ലബിൾസ്. ഈ 17 സില്ലബിൾസിനെ എങ്ങനെയാണ് 3 വരികളിൽ അറേഞ്ച് ചെയ്യേണ്ടത്? 5, 7, 5. ആദ്യത്തെ വരിയിൽ 5 സില്ലബിൾസ്, രണ്ടാമത്തെ വരിയിൽ 7 സില്ലബിൾസ്, മൂന്നാമത്തെ വരിയില് 5 സില്ലബിൾസ്. ഇങ്ങനെയാണ് 17 സില്ലബിൾസ് എന്ത് ചെയ്യേണ്ടത്? ഹൈക്കുവില് അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഹൈക്കുവിലെ വിഷയം എന്തായിരിക്കും? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പൊതുവെ ഹൈക്കു എഴുത്തുകാരെ എഴുതുന്നത്? നോക്കിയേ, ആം തോർ പർ പ്രകൃതി, ഋതുവോ യാ കോയി ക്ഷൺ വിശേഷ വിഷയ ഹോത്താ ഹേ. ഇതിലെ വിഷയങ്ങൾ, ഇതിലെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയെ കുറിച്ചോ സീസണുകളെ കുറിച്ചോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ വരാം. വളരെ ഡീപ്പായിട്ടുള്ള, ലൈഫിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സന്ദേശങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്ന് ലഭിക്കാം? ഹൈക്കുവിൽ നിന്ന് ലഭിക്കാം. പറഞ്ഞില്ലേ, 3 വരികളെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള, വളരെ വലിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഭാവന ഓർ ഗഹരായി എന്ന് പറഞ്ഞാല് കവിതയുടെ ആ ഒരു
ഇന്നർ മീനിങ് എന്ന് പറയുന്നത് എത്രയോളമാണ്. ഹൈക്കു കം ശബ്ദോ മേ ഗഹരി ബാത്ത് കഹത്താ ഹൈ. ഹൈക്കു കുറഞ്ഞ വാക്കുകളിൽ വളരെ വലിയ അർത്ഥങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഹൈക്കുവിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞു? 3 വരികൾ, 17 സിലബിൾസ്, അതിനെ അറേഞ്ച് ചെയ്യുന്നത് 5-7-5 എന്ന രീതിയിൽ. ഇനി അതിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിദത്തമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൂടാതെ സീസണുകളെ കുറിച്ച് പറയാം. അതുകൂടാതെ വളരെ വലിയ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളെ, വലിയ വലിയ സന്ദേശങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്ന് ലഭിക്കാം? ഹൈക്കുവിൽ നിന്ന് ലഭിക്കാം. പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത് അല്ലെ. ഇപ്പോ ഹൈക്കുവിന്റെ പ്രത്യേകതകൾ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് 3 വ്യത്യസ്ത എഴുത്തുകാർ എഴുതിയിട്ടുള്ള 3 ഹൈക്കുകൾ പഠിക്കാനുണ്ട്. 3ലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തായാലും നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചും അതുപോലെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന 3 ഹൈക്കുകൾ. അതുകൊണ്ടാണ് ചാപ്റ്ററിന് ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന പേര്. ജീവിതത്തിന്റെ യാത്ര. നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പ്രത്യേക രീതിയിലുള്ള ആളുകൾ, നമ്മൾ ജീവിതത്തിൽ എന്തായാലും നേരിടാൻ പോകുന്ന സാഹചര്യം, നമ്മുടെ പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന 3 ഹൈക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഹൈക്കു ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ഹൈക്കു നമ്മൾ നോക്കുകയാണ്. നോക്കിയേ. സൂഖായ ബാഡ് സാഹബ് കെ ആങ്കൻ മേ സദാ ഫുഹാർ. എഴുതിയിട്ടുള്ള ആളാരാണ്? ശ്രദ്ധിക്കുക, എഴുതിയിട്ടുള്ള ആളാരാണ്? സുരംഗമ യാദവ്. എഴുതിയിട്ടുള്ളത് ആരാണ്? സുരംഗമ യാദവ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ ഒരു ഹൈക്കു എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഹൈക്കുല് പറയുന്നത് എന്താ? സൂഖാ യാ ബാഡ് സാഹബ് കെ ആങ്കൻ മേ സദാ ഫുഹാർ. സൂഖ യാ ബാഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സൂഖ എന്ന് പറയുന്നത് ഉണങ്ങിയതാണ്, ബാഡ് എന്ന് പറയുന്നത് വെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഉണങ്ങിയതും വെറ്റായതും, ഉണങ്ങിയതും നനഞ്ഞതും. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ പറയാം, നെഗറ്റീവായതും പോസിറ്റീവായ കാര്യങ്ങൾ, തികച്ചും ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് അല്ലെ. സാഹബ് കെ ആങ്കൻ, സാഹബ് എന്ന് പറയുന്നത് വലിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് സാഹബ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ സാഹബ് കെ ആങ്കൻ, അതായത് ഒരു വലിയ ആളുടെ വീടിന്റെ മുറ്റം. സദാ ഫുഹാർ, അതായത് ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, വരൾച്ചയായാലും മഴ പെയ്യുന്ന അവസ്ഥയായാലും സാഹബിന്റെ മുറ്റത്ത് എപ്പോഴും എന്താണ്? നല്ലത് മാത്രം. എപ്പോഴും എന്താണ്? എപ്പോഴും നല്ലത് മാത്രമാണുള്ളത്. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം? ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതിന് പുറമെ, നമ്മൾ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതിന്റെ ആശയങ്ങൾക്ക് പുറമെ ഒരു ഹൈക്ക് വായിക്കുമ്പോൾ നമുക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹൈക്കുവിനെ എന്ത് ചെയ്യാം? ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെ രീതിയിൽ നോക്കിയേ. ഇവിടെ ഒന്നാമത്തെ രീതിയിൽ ഞാൻ പറയാണ്, ഇതൊരു സെർട്ടൈൻ രീതിയിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയുള്ള ആളുകളാണ്? സ്വാർത്ഥരായിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ? അവരെങ്ങനെയാണ്? അവരവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ എന്ത് കൊടുക്കുക? പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവർ എത്ര ബുദ്ധിമുട്ടിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എന്റെ കാര്യം എന്ത് ചെയ്താൽ മതി? നടന്നാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന സ്വാർത്ഥരായിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈക്കുവിന്റെ ആശയം ഒന്ന് നോക്കിയേ. യഹ് ഹൈക്കു ഉൻ ലോഗോം കെ ബാരെ മേ ഹേ. ഈ ഹൈക്കുവിൽ പറയുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ചാണ്. എങ്ങനെയുള്ള ആളുകളാണ്? ദൂസരോം കി പരേഷാനി മേ അപ്നാ ഫായിദ ദേഖ്താ ഹേ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലും സ്വന്തം നേട്ടം കാണുന്ന സ്വാർത്ഥരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഈ ഹൈക്കുവിൽ പറയുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. ചാഹെ സൂഖ ഹോയാ ബാഡ്, അതായത് ഒരാളുടെ സിറ്റുവേഷൻ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, ഉനെ കോയി ഫർക്ക് നഹി പഡ്താ. ഈ സ്വാർത്ഥരായ ആളുകൾക്ക് മറ്റുള്ളവരുടെ സിറ്റുവേഷൻ നല്ലതാണോ മോശമാണോ എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. അവരുടെ ഫോക്കസ് എന്തിലാണ്? ഉൻകെ ആങ്കൻ മേ തോ ഹമേഷ ഖുഷിയോം ഹി രഹത്തെ ഹേ. നമുക്ക് എപ്പോഴും എന്തുണ്ടായാൽ മതി? നേട്ടം ഉണ്ടായാൽ മതി, അഥവാ സന്തോഷം ഉണ്ടായാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന സ്വാർത്ഥരായ ആളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഹൈക്കുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. എന്താണ് പറഞ്ഞത്? ആരെ കുറിച്ചാണ്? സ്വാർത്ഥരായിട്ടുള്ള
മറ്റുള്ളവരുടെ പോസിറ്റീവോ നെഗറ്റീവോ ആയ സിറ്റുവേഷനിലും സ്വന്തം നേട്ടങ്ങൾ കാണുന്ന സ്വാർത്ഥരായ ആളുകളെ കുറിച്ചാണ് ഈ ഹൈക്കുവിൽ പറയുന്നതെന്ന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇനി മറ്റൊരു രീതിയിൽ ഇപ്പൊ ഈ ഒന്നാമത്തെ ആശയം നോക്കിയേ, ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം എന്ന് പറയുന്നത് ഈ 2 ലൈൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ചെറുതാക്കി സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി അതിന് താഴെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള രീതിയിൽ, കുറച്ചുകൂടെ എഴുതാവുന്ന രീതിയിൽ മറ്റൊരാശയം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ ആണ്. നോക്കിയേ, കുറച്ചുകൂടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? യഹ് ഹൈക്കു സുരംഗമാ യാദവ് ദ്വാര രചിത് ഹേ. ഈ കവിത, ഈ ഹൈക്കു എഴുതിയിട്ടുള്ളത് ആരാണ്? സുരംഗമാ യാദവ് ആണ്. പിന്നീട് യഹ് ഹൈക്കു സമാജ് മേ മൗജൂദ് ആർथिक और सामाजिक असमानता को दर्शाता है. ഇനി ഇവിടെ പറയുന്നത് ഹൈക്കുവിനെ നമ്മൾ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ പറയാം. ആദ്യം നമ്മൾ സ്വാർത്ഥരായ ആളുകളെ കുറിച്ചാണെന്ന് പറഞ്ഞില്ലേ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഹൈക്കു എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിവ്, അതിനെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഒരു എന്താണ്, സമത്വമില്ലായ്മ, ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. എങ്ങനെയാണത്? ഗരീബ് ആം ജനത ജഹാ സൂഖേയ ബാഡ് ജൈസി ആബ്ദാओं से जूझती है. ഇനി ഗരീബ് ആം ജനത, അതായത് പാവപ്പെട്ടവരോ സാധാരണക്കാരോ ആയിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ, അതായത് വരൾച്ചയുടെയൊക്കെ അവസ്ഥകളില് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷേ വഹി സാഹബ് യാനി അമീർ ശാസക് അധികാരി വർഗ് എങ്ങനെയുള്ള ആളുകളാണ്? നോക്കിയേ, എങ്ങനെയുള്ള ആളുകളാണ്? വഹി, അതേ സിറ്റുവേഷനിൽ തന്നെ സാഹബ് അമീർ ശാസക് അധികാരി വർഗ്, അതായത് എന്താണ്, ഇതേ സിറ്റുവേഷനിൽ തന്നെ ആരൊക്കെ? സാഹബ്, ഉയർന്ന ആളുകൾ അഥവാ അമീർ ലോഗ്, അതായത് ലീഡേഴ്സ് അല്ലെങ്കിൽ വലിയ ആളുകൾ, ശാസക് അധികാരി വർഗ്, അതായത് അധികാരത്തിലിരിക്കുന്നവർ, ഉയർന്ന ആളുകൾ, പണക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ ഇതേ സമയത്ത് തന്നെ ഇൻ സങ്കടോം സേ അച്യുതാ രഹത്താ ഹെ, അവർക്ക് ഇത്തരത്തിലുള്ള സങ്കടങ്ങളൊന്നും എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, അനുഭവിക്കേണ്ടി വരുന്നേയില്ല. ആം ലോഗോം കോ ഹമേശ പരേശാനിയോം കാ സാമന കർന പഡതാ ഹെ, സാധാരണ ജനങ്ങൾക്ക് മിക്കപ്പോഴും എന്ത് ചെയ്യേണ്ടി വരുന്നു? ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ ജബ്കി ഊഞ്ച് വർഗ് ഹമേശ ആരാം ഓർ സുവിധാ മേ രഹതാ ഹെ, പക്ഷേ ഉയർന്ന ആളുകൾ എന്ത് ചെയ്യാണ്? മിക്കപ്പോഴും കൂടുതൽ സമയത്തും അവരെന്ത് ചെയ്യാണ്? ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ അവര് സുഖവും സന്തോഷത്തോടെയും ജീവിക്കുകയാണ്. ചാഹെ ഹാലത്ത് ജൈസേ ബി ഹോ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അവര് നല്ല ഒരു ഇതിൽ തന്നെയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ജീവിച്ചു പോകുന്നത്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ കാര്യത്തെ ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാണ്. എഴുതിയത് ആരാന്ന് ആദ്യം പറഞ്ഞു. ആരാ? സുരംഗമായാദവ് എഴുതിയിട്ടുള്ള ഹൈക്കു ആണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ഈ ഹൈക്കുവില് സമൂഹത്തിലുള്ള എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്താണ്, സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുമുള്ള ആ ഒരു ഇംബാലൻസ്, അതായത് ആ ഒരു ഇൻഇക്വാലിറ്റി, അതിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഹൈക്കുവിൽ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളിൽ വരുമ്പോ, അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളൊക്കെ വരുമ്പോ പാവപ്പെട്ടവരോ സാധാരണ ജനങ്ങളോ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാകുമ്പോ ഇതേ സിറ്റുവേഷനിൽ തന്നെ പണക്കാർ, അധികാരികൾ, ഉയർന്നവരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊന്നും എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അവരെപ്പോഴും എന്താണ്, നല്ല രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തു പോകുന്നത്, ജീവിച്ചു പോകുന്നത്. ഏത് സിറ്റുവേഷൻ വന്നാലും അവർക്ക് സന്തോഷമാണുള്ളത്. ഇപ്പൊ നമുക്ക് അതിനെ അങ്ങനെ കൂടെ റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? സമൂഹത്തിലെ ഉയർന്ന ആളുകൾ സൂഗാ ഹോയ ബാഡ്, എന്താണ്, ഉണങ്ങിയ അവസ്ഥയായാലും നനവുള്ള അവസ്ഥയായാലും അവർക്ക് എപ്പോഴും സന്തോഷം മാത്രം. അപ്പൊ അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിക്കൂടെ? ഇങ്ങനെ നമുക്ക് ആലോചിക്കാലോ. എന്താണ്, പണക്കാരായിട്ടുള്ള ആളുകളും അധികാരികളായിട്ടുള്ള ആളുകൾക്കും എന്താണ്, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ അവർ എപ്പോഴും ഉണ്ടാവും. അതായത് ഏത് സിറ്റുവേഷൻ ആയാലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവർക്ക് അവരുടെ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു രീതിയിലും ഈ ഹൈക്കുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ 2 മീനിങ്ങുകൾ പറഞ്ഞതല്ലേ. ഒന്നാമത്തേൽ എന്താ പറഞ്ഞത്? സ്വാർത്ഥരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്, മറ്റുള്ളവരുടെ
സുഖത്തിലും സന്തോഷത്തിലും സ്വന്തം നേട്ടം മാത്രം കണ്ടെത്തുന്ന സ്വാർത്ഥരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പറയാം. അതുപോലെ മറ്റൊരു മീനിങ് എന്താണ്, എങ്ങനെ ഇവിടെ പറയാം, നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ഇംബാലൻസ്, അതായത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും നിലനിൽക്കുന്ന ആ ഒരു ഇൻഇക്വാളിറ്റി, അതിലെ സിറ്റുവേഷനുകൾ വേഴ്സ് ആവുന്ന സമയത്ത്, ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് ആരാണ് ബുദ്ധിമുട്ടിലാവുന്നത്? സാധാരണ ജനങ്ങളാണ്. പക്ഷെ ഏതു തരം സിറ്റുവേഷൻ ആയാലും അത് ആരെ എഫക്ട് ചെയ്യുന്നില്ല? ഉയർന്ന ആളുകളെ എഫക്ട് ചെയ്യുന്നില്ല. പണക്കാരെയോ അധികാരികളെയോ എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ഏത് സിറ്റുവേഷൻ ആയാലും അവരുടെ മുറ്റത്ത് എപ്പോഴും എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈക്കുവിലൂടെ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഹൈക്കുവിന്റെ ആശയമാണല്ലേ പഠിച്ചത്. ഇനി രണ്ടാമത്തെ ഹൈക്കുവിലേക്ക് പറയുമ്പോൾ, ഈ രണ്ടാമത്തെ ഹൈക്കുവിൽ പറയുന്നത് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം, സമയം നമ്മളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്നുറപ്പുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഹൈക്കുവിൽ പറയുന്നത്. വളരെ വലിയൊരു അർത്ഥമാണ് എന്ത് ചെയ്യുന്നത് ഈ ഹൈക്കുവിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. ആരാണ് എഴുതിയിട്ടുള്ളത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയിട്ടുള്ള ഒരു ഹൈക്കു ആണ് ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്. നോക്കിയേ, പിതാനെ ടൂണ്ടി. പിതാ, അച്ഛൻ അന്വേഷിക്കുകയാണ്. ലാഠിയാം ഭൂഡാപേക്കി, അതായത് ലാഠി എന്ന് പറഞ്ഞാൽ വടി, സ്റ്റിക്ക്. ഇപ്പോ വയസ്സാവുന്ന ആളുകൾ കുത്തിപ്പിടിച്ച് നടക്കുന്ന ആ ഒരു വടി. ഇപ്പോ അച്ഛൻ, പ്രായമായിട്ടുള്ള അച്ഛൻ അന്വേഷിക്കുകയാണ്. എന്താ അന്വേഷിക്കുന്നത്? തന്റെ വാർദ്ധക്യ സമയത്ത് എന്താണ്, നടക്കാൻ ഒരു താങ്ങിന് വേണ്ടി വടി അന്വേഷിക്കുകയാണ്. ദിക്തിനഹി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. എന്തായിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്? വാർദ്ധക്യ സമയത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ലാഠി, ഈ വടി എന്നുള്ളത് എന്താണ്? ഈ വടി എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് നമുക്ക് അറിയണ്ടേ? ഇപ്പൊ നോക്കാം. ആശയം എന്താ പറയുന്നത്? ഓക്കെ, യഹ് ഹൈക്കു ബൂഢാപേക്കി അക്ലേപ്പൻ ഓർ അസഹായത കോ ദർശാത്താ ഹൈ. ഈ ഹൈക്കു എന്തിനാണ് നമുക്ക് കാണിച്ചു തരുന്നത്? വാർദ്ധക്യ സമയത്തെ എന്താണ്, ഒറ്റപ്പെടലിനെയും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയെയും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അക്ലേപ്പൻ ഓർ അസഹായത, അതായത് അക്ലേപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെടുക. അസഹായത എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സഹായമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ഈ ഹൈക്കു വാർദ്ധക്യ സമയത്ത് ഏതൊക്കെ സിറ്റുവേഷനുകൾ നമുക്ക് കാണിച്ചായിരുന്നു? ഒറ്റപ്പെടലിനെയും നിസ്സഹായമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെയുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണിച്ചു തരുന്നത്. പിതാനെ അപ്നെ ബച്ചോം കോ സഹാര സംചാത. ഇവിടെയാണ് നമ്മുടെ കാര്യം കിടക്കുന്നത്. ഇവിടെയാണ് ഈ ഹൈക്കുവിലെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഇവിടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന ലാഠി എന്ന് പറയുന്ന സാധനം, അഥവാ ആ വടി എന്ന് പറയുന്ന സാധനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോക്കിയേ, അപ്നെ ബച്ചോം കോ, ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഈ ഒരു അച്ഛന്റെ, ഈ ഒരു വയസ്സായ അച്ഛന്റെ മക്കളെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അതായത് വാർദ്ധക്യ സമയത്ത് നമുക്ക് സപ്പോർട്ട് ആയിരിക്കേണ്ടത് ആരാണ്? വടിയാണോ? അല്ല, നമ്മുടെ കുട്ടികളാണ് വയസ്സായ അച്ഛനമ്മമാർക്ക് എന്ത് ചെയ്യേണ്ടത്? സപ്പോർട്ട് ആവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവിടെ ഈ ഒരു അച്ഛൻ വയസ്സായ സമയത്ത് തനിക്ക് ഒരു താങ്ങിന് വേണ്ടി മക്കളെ നോക്കുന്ന സമയത്ത് ആരെയും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കിയേ, ഇവിടെ ലാഠി എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അഥവാ ആ സ്റ്റിക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കിയേ, ലാഠി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ബച്ചേം, കുട്ടികൾ അഥവാ മക്കളെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിതാനെ അപ്നെ ബച്ചോം കി സഹാര സമജാത. അച്ഛൻ എന്താണ് വിശ്വസിച്ചിരുന്നത്? വയസ്സാകുന്ന സമയത്ത് തന്റെ മക്കൾ തന്നെ എന്ത് ചെയ്തോളും? നോക്കിക്കോളും എന്ന് കരുതി. പക്ഷേ ദിക്കായി നഹി ദേത്തെ, പക്ഷെ വയസ്സായ സമയത്ത് എന്ത് ചെയ്തില്ല? അവരെ കണ്ടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ നോക്കാം. അപ്പോ ഇതിൽ ആശയം വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ലേ? എന്താണ് പറഞ്ഞത് നോക്കിയേ, ഒരു പ്രായമായിട്ടുള്ള ഒരച്ഛൻ എന്താണ് അന്വേഷിക്കുന്നത്? വാർദ്ധക്യ സമയത്ത് എന്തന്വേഷിക്കുകയാണ്? വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ വടി അന്വേഷിക്കുകയാണ്. എന്തിനാണ് വടി? നടക്കുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് വടി. പക്ഷെ അത് കിട്ടിയോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തിനാ സൂചിപ്പിക്കുന്ന? മനുഷ്യര് വയസ്സാകുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ്?
അക്ലേപ്പൻ ഓർ അസഹായത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെടലും നിസ്സഹായരാകുന്ന അവസ്ഥയും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ ഈ ഹൈക്കുവിൽ പറയുന്ന ഈ വയസ്സായിട്ടുള്ള അച്ഛൻ. ഇവിടെ ലാട്ടി എന്ന് പറയുന്ന അദ്ദേഹം അന്വേഷിക്കുന്ന, വാർദ്ധക്യ സമയത്ത് അന്വേഷിക്കുന്ന, സപ്പോർട്ടിന് വേണ്ടി അന്വേഷിക്കുന്ന ആ വടി എന്തിനാ സൂചിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ മക്കളെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. പക്ഷേ മക്കളൊന്നും എന്ത് ചെയ്യുന്നില്ല, നോക്കാനായിട്ട് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു പോയി? വടി അന്വേഷിച്ചപ്പോ കാണാത്തതുപോലെ വാർദ്ധക്യ സമയത്ത് എനിക്ക് സപ്പോർട്ടിന് വേണ്ടി ആരില്ല, മക്കളെയൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഹൈക്കുയില് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു ഡീപ്പായിട്ടുള്ള മീനിങ് കൂടിയാണല്ലേ ഇത്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഹൈക്കുവിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആശയമാണ് നമ്മളിപ്പോ ആദ്യം പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന, ആകെ വെറും 3 സെന്റൻസുകൾ മാത്രം, മാക്സിമം 3 സെന്റൻസുകൾ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ആദ്യം പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു ആശയമാണെങ്കിൽ, നമുക്കിതിനെ കുറച്ചും കൂടെ വലുതാക്കി എഴുതുന്ന രീതിയിലേക്കാണെങ്കിൽ നോക്കിയേ, നമുക്ക് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്ന ആശയം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. യേ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ദ്വാര രചിത് ഹേ. നേരത്തേതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ചെറിയ ആശയത്തിന്റെ കൂടെയും എഴുതാം. അപ്പൊ അതൊന്നും കൂടെ എന്തായി? വലുതായി വരും അല്ലെ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നേരത്ത് ഹൈക്കുവിന്റെ ആശയം എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യാം? എഴുതാം. ഏത് ഹൈക്കു ആണോ ചോദിക്കുന്നത് അത് എഴുതിയ ആളെ പറ്റി എഴുതണം. എങ്ങനെ എഴുതാം? യ ഹൈക്കു. സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം മതി, ഡീപ്പായിട്ട് കൂടുതലായിട്ടൊന്നും എഴുതണം എന്ന് പറയുന്നില്ല. എന്തെഴുതിയാ മതി? യ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ദ്വാര രചിത് ഹേ. ഇനി നമ്മൾ ഒന്നാമത്തെ ഹൈക്കു ആണ് ചോദിക്കുന്നെങ്കിൽ എന്ത് എഴുതണം? യ ഹൈക്കു സുരംഗമ യാദവ് ദ്വാര രചിത് ഹേ. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ ആശയം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതാം. ഇതിനുമായിട്ട് ആ ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി എഴുതണം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആശയം ചൂസ് ചെയ്യാം. ഇനി ഇവിടെ കുറച്ചുകൂടെ വലുതാക്കി എഴുതിയിരിക്കുകയാണ്. ഓക്കെ, യഹ് ഹൈക്കു സമാജ് കെ ബദൽത്തെ മൂല്യോं, पारिवारिक ढांचे और आय धुरी और वृद्धजनों की उपेक्षा पर तीव्र प्रहार करता है. ഇനി ഇവിടെ ഇതിലേക്ക് വന്നപ്പോ ഈ ഒരു ഹൈക്കുവിന്റെ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ വലുതാക്കി എഴുതാനായിട്ട് എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് നോക്കിയേ. നമ്മള് ഇതിൽ പറയുന്ന ആ ഒരു വിഷയത്തെ, ആ പറയുന്ന ആ ഒരു പ്രശ്നത്തെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. നോക്കിയേ, ഇവിടെ ഗോപാൽ ബാബു ശർമ്മ പറയുന്ന കാര്യം എന്താണ്? സമൂഹത്തില് മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ, എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി റിലേഷൻസിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതായത് എന്താണ്, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു അകലം, ആ ഒരു എന്താണ്, നമ്മൾ അകന്നു പോകുന്ന ആ ഒരു പ്രശ്നം, അതുകൂടാതെ നമ്മുടെ സമൂഹത്തില് വയസ്സായ ആളുകൾ നേരിടുന്ന അവഗണന, ഇതിനെയൊക്കെ പറ്റിയാണ് പറയുന്നതെന്ന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതാം. ഇനി നോക്കിയേ, അപ്പൊ അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. യഹ് ഹൈക്കു സമാജ് കെ ബദൽത്തെ മൂല്യോ. ഈ ഹൈക്കുവില് സമൂഹത്തില് മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ വാല്യൂസിനെ കുറിച്ചും പാരിവാരിക ടാഞ്ചെ, അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു അകന്നുപോവലിനെ കുറിച്ചും, ഓർ വൃദ്ധജനോം കി ഉപേക്ഷ പർ, അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകളുടെ ഒറ്റപ്പെടലിനെ കുറിച്ചുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹൈക്കുവില് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഹൈക്കുവിന്റെ മീനിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് അതിലെ പറയുന്ന ആ ഒരു പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൂടെ കൊടുത്തു. ഇനി വൃദ്ധപിത, ഇനിയാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഹൈക്കുവിന്റെ ആശയത്തിലേക്ക് വരുന്നത്. വൃദ്ധപിത അപ്പനി ബൂഢാപ്പയ്ക്ക് ലാഠിയാം ढूंढ रहे हैं. വൃദ്ധനായിട്ടുള്ള അച്ഛൻ, വയസ്സായിട്ടുള്ള അച്ഛൻ തന്റെ വാർദ്ധക്യ സമയത്ത് എന്ത് അന്വേഷിക്കുകയാണ്? തന്റെ വടി അന്വേഷിക്കുകയാണ്. യാനി അപ്നി ജീവൻ കി അന്തിം പടാവ് മേ സഹാര കി തലാഷ് മേ ഹേ. അഥവാ തന്റെ ജീവിതത്തില് എന്താണ്, ഒരു സപ്പോർട്ടിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം അന്വേഷിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? സഹായത്തിനായി എന്ത് ചെയ്യാണ്? അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതാണ് എന്ത് ചെയ്യുന്ന സെന്റൻസിൽ പറയുന്നത്. ആ വടി തിരയുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ എന്താണ്, വയസ്സാവുമ്പോൾ നമ്മുടെ ജീവിതം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോ അവസാനിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ഒരു സഹായം, അതായത്
ഒരു സപ്പോർട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരു അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ലേക്കിൻ ലാഠി യാനി മദദ് കാ ഹാത്ത് കഹീ നഹീ ദിഖ്താ. പക്ഷേ ഈ അച്ഛന് ആ സഹായത്തിന്റെ കൈകളോ അല്ലെങ്കിൽ ആ വടിയോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ സാധിക്കുന്നില്ല. लाठियां केवल लकड़ी की जड़ी नहीं बल्कि अपनेपन देखभाल और സമ്മാൻ കാ പ്രതീക് ഹെ. ഇനി ഇവിടെ ഈ വടിയെന്ന് ഉദ്ദേശിക്കുന്നത് എന്തല്ല, വെറും ഒരു മരത്തിന്റെ വടിയല്ല, മറിച്ച് എന്താണ്, സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആദരവിന്റെയും പ്രതീകമാണ്. അല്ലേ? അപ്പോ നമ്മൾ വടിയെന്ന് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്, മക്കളെയാണ്. അപ്പോ ഈ വടിയെന്ന് പറയുന്നത് വെറും ഒരു മരത്തിന്റെ ഒരു വടിയല്ല, മറിച്ച് എന്താണ്, മക്കള് ആ ഒരു പിതാവിന് കൊടുക്കേണ്ട സ്നേഹത്തിന്റെയും കരുതലിന്റെയും കൂടാതെ ആദരവിന്റെയും പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു വടി എന്ന് പറയുന്നത്. ഇനി വർത്തമാൻ സമാജ് മേ വൃദ്ധ മാതാപിതാ ഉപേക്ഷിക്കാ ശിക്കാർ ഹോ രഹേ ഹെ. എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ് അവസ്ഥ, മക്കള് വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ എന്ത് ചെയ്യാണ്, ഉപേക്ഷിക്കുന്നത് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ കഴിയും, കാണാനായിട്ട് സാധിക്കും. यह हाइकू इस सामाजिक सच्चाई और नष्ट होती മാനവീയ സംവേദനവും की ओर इशारा करता है. ഇനി കൺക്ലൂഷൻ ആയിട്ട് പറയാണ്, ഈ ഹൈക്കു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, സമൂഹത്തിലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ, സച്ചായി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെയും, നഷ്ടഹോത്തി മാനവീയ സംവേദന, നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷിക മൂല്യങ്ങളെയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ ആശയത്തെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വലുതാക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു. മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആദ്യം പറഞ്ഞ ഈ ഒരു ആശയം എഴുതാം, അല്ലെങ്കിൽ നമ്മളിപ്പോ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയമാണെങ്കിലും നമുക്ക് എഴുതാം. രണ്ടാമത്തെ ആശയം കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? അതില് എന്താണ് ഈ ഹൈക്കുവിലെ വിഷയമെന്ന് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, എന്നിട്ടാണ് എന്തിലേക്ക് വരുന്നത്, ആ ഹൈക്കുവിന്റെ മീനിങ്ങിലേക്ക്, ആശയത്തിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞു, എന്താണ്, ലാഠി എന്ന് പറയുന്നത് മരവടിയല്ല, അത് കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് ആദ്യത്തെ ആശയത്തിൽ പറഞ്ഞതെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, അത് എന്തിന്റെയൊക്കെ പ്രതീകമാണ്, സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആദരവിന്റെയും ഒക്കെ പ്രതീകമാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, എടുത്തു പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു കൺക്ലൂഷൻ കൂടി കൊടുത്തല്ലേ. എന്താണ് കൺക്ലൂഷൻ കൊടുത്തത്, ഈ ഹൈക്കു എന്ന് പറയുന്നത് സാമൂഹിക് സച്ചായി, അതായത് ഇന്നത്തെ സമൂഹത്തിലെ കുറച്ച് യാഥാർത്ഥ്യങ്ങളെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെയും എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു എന്നുകൂടെ എന്ത് ചെയ്തു, പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പൊ രണ്ടാമത്തെ ഹൈക്കുവിന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആശയവും പറഞ്ഞു, കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ ഉള്ള ആശയവും എന്ത് ചെയ്ത് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. പഠിക്കാൻ ഏതാണോ എളുപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളത് ഒരു ഹൈക്കു കൂടിയാണ്, കമല നിഗുർപ്പ. അടുത്ത മൂന്നാമത്തെ ഹൈക്കു എഴുതിയിട്ടുള്ള ആളുടെ പേരാണെന്ത്, കമല നിഗുർപ്പ. ഇനി ഈ ഹൈക്കുവിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലെ. മൂന്നാമത്തെ ഹൈക്കു നോക്കിയോ, ढूंढती रही बर्फीली नगरी में नेह की आंच. ढूंढती रही, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്താണ്, ബർഫിലി നഗരിമേ, ബർഫ് എന്ന് പറഞ്ഞാൽ സ്നോ, നഗരി എന്ന് പറഞ്ഞാൽ സിറ്റി. ഇപ്പൊ മഞ്ഞു മൂടിയ ഒരു നഗരത്തിൽ ढूंढती रही, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെ, നേഹ് കി ആഞ്ച്. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹത്തിന്റെ ആഞ്ച് എന്ന് പറഞ്ഞാല് ഫ്ലെയിംസ്, തീഗോളം. അപ്പോ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മഞ്ഞു മൂടിയ നഗരത്തില് എന്തന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ढूंढती रही ബർഫിലി നഗരിമേ നേഹ് കി ആഞ്ച്. തീയുടെ ഗോളം, ഫ്ലെയിംസ് എന്ത് ചെയ്യാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിയേ, മഞ്ഞു മൂടിയ ഒരു സ്ഥലത്ത് തീ കത്തിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എന്തിനാണ് ഈ തീ കത്തിക്കുന്നത്, ശക്തിയായിട്ടുള്ള ആ ഒരു തണുപ്പിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ തീ എവിടെയെങ്കിലും കണ്ടെത്താന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഈ ഹൈക്കുവിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ വളരെ പ്രതിസന്ധി ഏറിയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈക്കുവിൽ പറയുന്നത്. നമുക്കൊന്ന് ആലോചിക്കാം. ഇനി ആശയത്തിലേക്ക് എടുക്കാം. യഹ് ഹൈക്കു ഏക് ഐസി മഹിള കി ബാരെ മേ ഹൈ. ഇതിൽ പറയാണ്, ഈ ഹൈക്കു ഇങ്ങനെ ഒരു സ്ത്രീയെ പറ്റി പറയാണ്, ജോ ബർഫിലി നഗരി മേ പ്യാർ ഓർ അപ്നേപൻ കി തലേഷ് കർ രഹേ ഹൈ. അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, മഞ്ഞു മൂടിയ ഒരു നഗരത്തിൽ എന്തിനെയാണ് അന്വേഷിക്കുന്നത്, പ്യാർ ഓർ അപ്നേപൻ, അതായത് സ്നേഹത്തിനെയും
അതുപോലെ തന്നെ തന്നെയും എന്ത് ചെയ്യാണ്, അന്വേഷിക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു അർത്ഥം. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴേ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അപ്പൊ നോക്കിയേ, നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, യഹ് ഹൈക്കു കമല നിഗുർപ ദ്വാര രചിത് ഹെ. നമ്മൾ ആദ്യം തന്നെ ആരാണ് എഴുതിയെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യഹ് ഹൈക്കു ഭാവഹീൻ और संवेदन शून्य दुनिया में സ്നേഹ और अपनेपन की तलाश का चित्रण करता है. ഇനി എന്താണ് ഇതിൽ പറയുന്നത് നോക്കിയേ. ഈ ഹൈക്കുവിൽ പറയുന്നത് എന്താണ്, അതായത് എവിടെയും ആർക്കും വികാരങ്ങളില്ലാത്ത, വികാരശൂന്യമായിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയും സ്നേഹം കിട്ടാത്ത ഒരു ലോകത്ത് സ്നേഹവും ആത്മബന്ധവും തിരയുന്ന ഒരാളെ കുറിച്ചാണ് ഈ ഹൈക്കുവിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ബർഫിൽ നഗരി ബാവ്ഹീൻ ദുനിയാക്ക പ്രതീക് ഹെ. അതായത് മഞ്ഞുമൂടിയ നഗരം എന്ന് പറയുന്നത്, മഞ്ഞുമൂടിയ നഗരത്തിന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ മഞ്ഞുമൂടിയ നഗരം എന്തിനെയാണ് പ്രതീകമാക്കുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബർഫിലി നഗരി എന്ന് പറയുന്നത് ബാവഹീൻ ദുനിയ. ബർഫിലി നഗരി എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബാവഹീൻ ദുനിയ, അതായത് വികാരങ്ങളില്ലാത്ത ലോകത്തെയാണ് എന്ത് ചെയ്യുന്നത്, ബർഫിലി നഗരി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ജഹാ ഭാവനായം ടണ്ടി പട്ചുക്കി ഹെ. ഇവിടെ വികാരങ്ങളെല്ലാം എന്തുപോയി, തണുത്തുറഞ്ഞു പോയി. ജഹാ സ്നേഹ് അപ്നേപൻ ഓർ റിശ്തേ മേ ഗർമ നഹി ഹെ. ഈ സ്ഥലത്ത് എന്തില്ല, സ്നേഹത്തിന്റെയോ അഥവാ ബന്ധങ്ങളുടെയോ ഒന്നും എന്തില്ല, ആ ഒരു ചൂട് അവിടെ ലഭിക്കാനില്ല. വർത്തമാൻ സമയമേ സംവേദനായെ കം ഹോത്തി ജാ രഹാ ഹെ ഓർ ഇൻസാൻ സച്ചേ സംബന്ധവും കി താലാഷ് മേ ഭടക് രഹാ ഹെ. അതായത് ഇന്നത്തെ കാലത്ത് മനുഷ്യര് തമ്മിലുള്ള ശരിയായിട്ടുള്ള കണക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. യഹ് ഹൈക്കു ആധുനിക് ജീവൻ കി സച്ചായി കോ ഉജാഗർ കർത്താ ഹെ. ഈ ഹൈക്കു ഇന്നത്തെ സമൂഹത്തിൽ, അതായത് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഈ ഒരു സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. അതായത് മഞ്ഞുമൂടിയ ഒരു നഗരത്തെ എന്താണ് സൂചിപ്പിക്കുന്നത്, വികാരങ്ങളില്ലാത്ത ഒരു ലോകം. ആ ഒരു ലോകത്തില് എന്താണ് അവിടെ ഇല്ലാത്തത്, ആളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പരസ്പരം സഹായിക്കണമെന്നുള്ളതോ അല്ലെങ്കിൽ സ്നേഹിക്കണമെന്നുള്ളതോ ഉള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു ഹൈക്കുവിലൂടെ ആര് കാണിച്ചു തരുന്നത്, കമല നെഹ്റുപ്പ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മൂന്നാമത്തെ ഹൈക്കു കൂടെ എന്ത് ചെയ്തു, ഇവിടെ പറഞ്ഞു. എന്താണ് മൂന്നാമത്തെ ഹൈക്കുവിൽ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? അതായത് ഭാവഹീൻ ഓർ സംവേദൻ ശൂന്യ ദുനിയ. അതായത് എന്താണ്, വികാരങ്ങളില്ലാത്ത അതുപോലെ തന്നെ സ്നേഹമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈക്കുവിൽ പറയുന്നത്. അങ്ങനെ ഒരു ലോകത്ത് ഈ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതുപോലെ ബുദ്ധിമുട്ടാണ്. മഞ്ഞു മൂടിയ ഒരു നഗരത്തില് നമ്മള് തീ അന്വേഷിക്കുന്നത് പോലെ, ഒരു ഇച്ചിരി ചൂട് ലഭിക്കുന്നതിന് വേണ്ടി തീ അന്വേഷിക്കുന്നത് പോലെ എത്ര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്നു പറയുന്നത്. ഇങ്ങനെ സ്നേഹമില്ലാത്ത, വികാരങ്ങളില്ലാത്ത ഒരു ലോകത്ത് നമ്മള് സ്നേഹത്തിനും സഹായത്തിനും വേണ്ടി അന്വേഷിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. പിന്നെന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്? ബർഫിലി നഗരി എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണെന്ന് ഇവിടെ പറഞ്ഞു, ഭാവഹീൻ ദുനിയ. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ബർഫിലി നഗരി എന്ന് പറയുന്നത് ഭാവഹീൻ ദുനിയ, വികാരങ്ങളില്ലാത്ത ലോകത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? യഹാ ഭാവനായം ടണ്ട് പട്ചുക്കി ഹെ. ഈ ലോകത്ത് എന്താണ്, വികാരങ്ങളെല്ലാം എന്തുപോയി, മരവിച്ചു പോയ അവസ്ഥയിലാണ് ഉള്ളത്. ജഹാ സ്നേഹ് അപ്നേപൻ ഓർ റിശ്തേ മേ ഗർമ നഹി ഹെ. ഇനി ഇവിടെ എന്തില്ല, സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെയോ അല്ലെങ്കിൽ ബന്ധങ്ങളുടെയോ ഒന്നും എന്തില്ല, ആ ഒരു ചൂട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ എന്തില്ല, വികാരങ്ങളില്ലാത്ത ഒരു ലോകമാണ്. അപ്പോ എന്താണ് ഈ വികാരമില്ലാത്ത ലോകമെന്ന് ഇവിടെ കമല നെഹ്റു പറയുന്നതിന്റെ കാരണം, വർത്തമാൻ സമയമേ, അതായത് ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ, ഇന്നത്തെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സംവേദനായം കം ഹോത്തി ജാ രഹി ഹെ. അതായത് മനുഷ്യർ തമ്മിലുള്ള മനുഷ്യര് തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങള് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുകയാണ്, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങൾ കുറയുമ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്,
പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വർത്തമാന സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യുന്നത് കമല നികുർബ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഇനി എന്ത് ചെയ്യാം, എല്ലാ ഹൈക്കുവിനും എളുപ്പമായിട്ടുള്ള ഒരു ആശയവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു ആശയവും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് പഠിച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? എളുപ്പത്തിൽ മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഹൈക്കു ആണ് പഠിച്ചത് അല്ലേ? ഹൈക്കുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞത്? ഹൈക്കു എവിടെ നിന്ന് വന്നിട്ടുള്ള എഴുത്ത് രീതിയാണ്? ഒരു ജാപ്പനീസ് കാവ്യ രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഹൈക്കു എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രത്യേകതകൾ എന്താണ്? 3 വരികളുണ്ട്. 3 വരികളിലായിട്ട് 17 സില്ലബിൾസ് ഉണ്ടാകും. ഈ 17 സില്ലബിൾസിനെ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? 5-7-5. ഒന്നാമത്തെ വരിയിൽ 5 സില്ലബിൾസിന് എന്താ ഹിന്ദിയിൽ പറയാ? മാത്രയെ. രണ്ടാമത്തെ വരിയില് 7 സില്ലബിൾസ്, അവസാനത്തെ വരിയിൽ വീണ്ടും 5 സില്ലബിൾസ്. അങ്ങനെ 5-7-5 എന്ന് പറയുന്ന റൂളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കവിതകള് ഹൈക്കുകൾ എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയെ കുറിച്ചും സീസണുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ജീവിതത്തിലെ വലിയ വലിയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം എന്തിൽ പറയുന്നത്, ഹൈക്കുവിൽ പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ 3 ഹൈക്കുകൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഒന്നാമത്തെ ഹൈക്കുവില് ചില ആളുകളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഹൈക്കുവില് ജീവിതത്തിൽ നമ്മൾ നേരിടാൻ എന്തായാലും നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നത്തെ കാണിച്ചു തന്നു. മൂന്നാമത്തെ ഹൈക്കുവിൽ എന്താണ്, നമ്മുടെ സമൂഹം ഏത് തരത്തിലേക്കാണ് പോകുന്നത്, വികാരങ്ങളില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാണിംഗ് ആണ് ആര് തരുന്നത്, കമല നികുർബ നമുക്ക് തരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ 3 ഹൈക്കുകൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള ചാപ്റ്ററുകൾ കൂടെ നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാവുന്നതാണ്.